ബോഡി ഷേമിംഗ് കുറ്റകരമാക്കാനുള്ള നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ശരീരത്തിന്റെയും ശരീരഘടനയുടെയും ഒക്കെ പേരിൽ മനുഷ്യർ കടുത്ത വേട്ടയാടലുകൾ അനുഭവിക്കുന്ന ബോഡി ഷേമിംഗ് നടത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള വഴിതേടുന്ന ടെലിവിഷൻ പരിപാടികൾക്ക് ഇപ്പോഴും സ്വീകാര്യതയുള്ള ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നിയമ ഭേദഗതിക്ക് കഴിയട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രാജ്യ തലസ്ഥാനത്ത് പ്രിയങ്ക ഗുപ്ത എന്നൊരു പെൺകുട്ടി, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചെന്നൈയിൽ ഒരു 17 വയസ്സുകാരൻ. ഇവർ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഒട്ടും തന്നെ തമാശയല്ലാത്ത ബോഡി ഷേമിംഗ് ആയിരുന്നു എന്ന് ഓർക്കണം. ഇത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത 2 കേസുകൾ മാത്രമാണ്. ഇങ്ങനെ എണ്ണമില്ലാത്ത കേസുകൾ, പുറം ലോകം അറിയാതെ പോയ എത്രയെത്ര മനുഷ്യർ. ബോഡി ഷേമിംഗ് നേരിടുന്ന മനുഷ്യരിൽ 30% ആളുകളെയും ഇത്തരത്തിൽ കളിയാക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് ഒരു പഠനം പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്നുകൊണ്ട് മലയാളിയുടെ സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്ത് കടന്നുപോയ തമാശ എന്ന സിനിമയെ കുറിച്ചുകൂടി നമ്മൾക്ക് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ശ്രീനിവാസൻ സാറും ചിന്നുവും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്ന 2 തരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ. ശ്രീനിവാസൻ സാർ തന്റെ മുടിയെക്കുറിച്ച് അത്യധികം കൺസേൺഡ് ആണ്. തന്റെ തലയിലെ കഷണ്ടി ഒരു പോരായ്മയാണ് എന്നയാൾ സ്വയം കരുതുന്നു. അതയാൾ സൃഷ്ടിക്കുന്ന അപകർഷതാബോധം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതാവാൻ വഴിയില്ല. ചുറ്റുമുള്ളവരുടെ നിരന്തരമായ കളിയാക്കലുകളിൽ അയാൾക്ക് തന്റെ മേലുള്ള കോൺഫിഡൻസ് എവിടെയോ കൈമോശം വന്നിരുന്നു. ശ്രീനിവാസൻ സാറിനെ പോലെയുള്ള മനുഷ്യരാണ് നമ്മൾക്ക് ചുറ്റുമുള്ളവരിൽ അധികവും. അവർ പെട്ടെന്ന് തളരും, പെട്ടെന്ന് തന്നെ കോൺഫിഡൻസ് ഇല്ലാതെയാവും. മനസ്സിൽ രൂപപ്പെടുന്ന അപകർഷതാബോധത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കും. അയാളെ അങ്ങനെയൊക്കെ ആക്കി തീർത്തത് തീർച്ചയായും ചുറ്റുമുള്ളവർ തന്നെയാണ്. സൗന്ദര്യം എന്നത് തന്റെ ശരീരത്തിന്റെ ഘടനയെ അനുസരിച്ചാണ് എന്നയാളെ വിശ്വസിപ്പിക്കാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അയാൾ തന്റെ മുടിയിലും ചിന്നുവിന്റെ തടിയിലും ആകുലപ്പെടുന്നത്. പക്ഷേ ചിന്നു അങ്ങനെയല്ല. അവൾ നമ്മുടെ സമൂഹത്തിലെ വളരെ ചെറിയൊരു ശതമാനത്തിന്റെ പ്രതിനിധിയാണ്. വളരെ ബോൾഡാണ് അവൾ. ചിന്നുവിന്റെ സംസാരം ആ സിനിമയിൽ തുടങ്ങുന്നത് തന്നെ ഭക്ഷണത്തിൽ നിന്നാണ്. ശ്രീനിവാസൻ മാഷിൽ നിന്ന് വിപരീതമായി തന്റെ ശരീരത്തിൽ അവൾ കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡൻസ് ഒരൊറ്റ രാത്രി കൊണ്ട് ചിന്നുവിന് വന്നതാവില്ല. കാലങ്ങൾ കൊണ്ട് അവൾ അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത ബോഡി ഷേമിംഗ് നേരിടുമ്പോൾ ശ്രീനിവാസൻ സാർ ആദ്യ പിടിക്കുകയും അതേസമയം ചിന്നു അവളുടെ അനിയത്തിയോട് ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന മട്ടിൽ അതിനെ ഒരു പരിധി വരെയെങ്കിലും ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നത്. ചിന്നുവിനെ പോലെ അങ്ങനെ ഇത്തരം കാര്യങ്ങളെ മൈൻഡ് ചെയ്യാതെ വിടാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. ചിന്നുവിന് തന്നെ ചില സമയത്ത് കഴിയാതെ വന്നിട്ടുണ്ട്. ആ കഴിയാതെ വരുന്ന വലിയൊരു ശതമാനമാണ് പിന്നീട് ആത്മഹത്യയിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. ഒന്നോർത്ത് നോക്കൂ, ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന നമ്മൾ തമാശ എന്ന് കരുതുന്ന ഒരു കാര്യം ഒരാളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് എന്ന്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഓക്കെ ആണെന്നും എനിക്ക് കുമ്പളങ്ങ ചതച്ചതല്ല ഫലൂദയാണ് ഇഷ്ടമെന്നും ശക്തമായി തന്നെ പറയുന്നവരെ പോലും ഒരു നിമിഷത്തേക്കെങ്കിലും തകർക്കാനുള്ള മൂർച്ചയുണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ അവരുടെ ശരീരത്തിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്ക്. നമ്മൾ ശരിക്കും സഫിയമാരാണ്. നമ്മൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നവരെയൊക്കെ വിഘടിക്കാതെ നമ്മൾക്ക് സമാധാനം വരില്ല. അത് അവരെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയൊന്നും നമ്മൾക്കൊരു പ്രശ്നമേ അല്ല. ഒരാൾ അവരുടെ ശരീരത്തിൽ സന്തോഷമായി ജീവിക്കട്ടെ. അവർ അത്രയും സന്തോഷമായിരിക്കുമ്പോൾ ചുമ്മാ കയറി ചെന്ന് ആവശ്യമില്ലാത്ത കമന്റുകൾ പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയാതിരിക്കുക. അവരെ അവരായി ജീവിക്കാൻ വിടുക. ഇനി ഇത്തരത്തിൽ ശരീരത്തിന്റെ പേരിൽ വേട്ടയാടലുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടാണ്, നിങ്ങൾക്ക് ഒരു ചിന്നു ആവാൻ കഴിയണം. നിങ്ങൾക്ക് മേൽ വാക്കുകൾ കൊണ്ട് കടന്നുകയറ്റം നടത്തുന്നവരോട് സിനിമയുടെ അവസാനം ശ്രീനിവാസൻ സാർ പറയുന്ന കവിതാശകലമെങ്കിലും മനസ്സിൽ കരുതി വെക്കണം. മിണ്ടരുത്. ഈ രാത്രികളുടെ രാത്രിയിൽ ശവക്കുഴിയിൽ നിന്നും ഇരുട്ടിന്റെ എണ്ണയിൽ കത്തിക്കളിക്കുന്ന അതിരവലം പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് പലതും പറഞ്ഞ് പകൽ പോലും പാഴാക്കുന്ന നിങ്ങളുടെ വാചകമടി കേൾക്കാനല്ല.